വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. ദരിദ്രയായ ഒരു വിധവ വന്നു 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യഥാർത്ഥ ആരാധന ത്യാഗം ഉൾക്കൊള്ളുന്നതാകുന്നു. ട്രൂ വർഷിപ്പ് ഇൻവോൾവ്സ് സാക്രിഫൈസ്. ആ വിധവയുടെ സംഭാവന ചെറുതായിരുന്നെങ്കിലും അത് ത്യാഗപൂർണമായിരുന്നു. ആ വിധവ അവൾക്കുള്ളതെല്ലാം കൊടുത്തത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അവിടെ ഒരു ത്യാഗമാണ് ആ സ്ത്രീ ചെയ്തത്. ഷീ സാക്രിഫൈസ്ഡ് ഫ്രം ഹർ പോവർട്ടി. ആ ത്യാഗം ആരാധനയായി മാറി. അതിൽ ദൈവം പ്രസാദിച്ചു. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എണ്ണി നോക്കാം. പ്രതിസന്ധികളുടെ നടുവിലും ഒരു നല്ല ജോലി, പാർക്കാൻ വീട്, കുഞ്ഞുങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വാഹനം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ എന്തൊക്കെ, എത്രത്തോളം ത്യാഗം ചെയ്യാൻ തയ്യാറാണ് നമ്മൾ? അതൊന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ത്യാഗമില്ലാത്ത ആരാധനയിൽ ആഴമില്ല. നമ്മുടെ സമയവും ശേഷിയും സമ്പത്തും ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ആമേൻ.